ഇയാളിത് എങ്ങോട്ടാ പോകുന്ന ശുംഭൻ? തന്റെ തറവാട്ടിൽ കൂടിയിരിക്കുന്ന ഭൂതപ്രേതാദികളെ ഞാൻ ഈ തേങ്ങയ്ക്കുള്ളിൽ ആവാഹിച്ചു കഴിഞ്ഞു. അവരോടാ പുറത്തു പോകാൻ പറഞ്ഞ തന്നോടല്ല. ഇവിടെ ഒന്നിരിക്കുക. അപ്പൊ നമ്മളെ പുരയില് ജിന്നുണ്ടാ? തന്റെ പുര ജിന്നുണ്ടോ ബ്രാൻഡി ഉണ്ടോ വിസ്കി ഉണ്ടോ എന്ന് നാം എങ്ങനെ അറിയാം? അല്ലോ അതൊക്കെ നമുക്ക് ഹറാമാണ്. നമ്മളെ പുരയില് ഭൂതങ്ങളുണ്ടോന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 3 തേങ്ങയ്ക്കുള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇത് എറിഞ്ഞുടയ്ക്കുമ്പോൾ അവറ്റകൾ പോകും. അവിടെ ഇരിക്കുക. ഈ തുള്ളല് കഴിഞ്ഞാ ഹാജിയാര് ഈ ഇരിക്കുന്ന 3 തേങ്ങ എടുത്തോണ്ട് പോയി ആരും കാണാതെ അവന്റെ ദേഹത്തെറിയ. ഈ താലത്തിലിരിക്കണ ഏതെങ്കിലും ഒരു തേങ്ങ അബ്ദുവിന്റെ ദേഹത്തും ഉണ്ടാ. ഇതിലിരിക്കണ പിശാചുക്കൾ മുഴുവൻ അവന്റെ ദേഹത്ത് കയറും. പിന്നെ അവന് ഭ്രാന്ത. ഈ നാട്ടിൽ നിന്ന് ഓടും. അതിനുള്ള പണികളാ തമ്പുര ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. തേങ്ങ വെട്ടിയിട്ടവന്റെ നാശം തേങ്ങയാൽ തന്നെ. വിശ്വാസമായില്ലേ? അപ്പൊ നമുക്ക് ഇമ്മണി വിശ്വാസം വരുന്നുണ്ട്. തിരിച്ചടിക്കാൻ ഈ ഇരുന്തലക്കാട സമ്മതിക്കില്ല. തിരിച്ചടിക്കണ ജാതി തന്നെ. ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. തമ്പുരാനെ